ഒളിത്താവളങ്ങളിൽ നിന്ന് ഒളിത്താവളങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദി ഹമാസ് മേധാവി യഹ്യ സിൻവാറിനെ പരിഹസിച്ചുകൊണ്ട് യോവ് ഗാലന്റ് ആണ് രംഗത്തെത്തിയത്. ഹമാസിന്റെ ഗാസയിലെ മേധാവിയായ യഹ്യ സിൻവാർ ഒളിത്താവളങ്ങളിൽ നിന്ന് ഒളിത്താവളങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റ് അറിയിച്ചത്. നേതാവിനിപ്പോൾ തന്റെ അനുയായികളുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവും ഇല്ലെന്നും യോവ് ഗാലന്റ് പരിഹസിക്കുകയാണ് ചെയ്തത്. ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യോവ് ഗാലന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗാസയിൽ നേതാവായിരുന്ന യഹ്യ ഇന്ന് ഒളിച്ചോടിയ ഒരു തീവ്രവാദിയെ മാറിയിരിക്കുകയാണ്. ഒരു ഒളിത്താവളങ്ങളിൽ നിന്ന് മറ്റൊരു ഒളിത്താവളത്തിലേക്ക് അയാൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. പേടിച്ചോടുന്ന ഒരു തീവ്രവാദിയാണ് യഹ്യ. ഹമാസിലെ തന്റെ അനുയായികളുമായി അയാൾക്കിപ്പോൾ ആശയവിനിമയം നടത്താൻ ആകുന്നില്ല എന്നുമാണ് ഗാലന്റ് പറഞ്ഞത്. എന്നാൽ യഹ്യ സിൻവാർ ഇപ്പോൾ എവിടെയാണെന്നതിനെ കുറിച്ച് ഇസ്രായേൽ സേനയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം യോവ് ഗാലന്റ് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഹമാസിലുള്ള പകുതിയിലധികം തീവ്രവാദികളെ വധിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. പോരാട്ടത്തിൽ പൂർണ്ണമായും വിജയം തേടുമെന്നും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പോരാട്ടം അവസാനിപ്പിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഈ പോരാട്ടം വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് അവസാനിക്കും. ഹമാസ് ഭീകരരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം വിജയകരമായി മുന്നോട്ട് പോവുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ ചൊല്ലി സഖ്യത്തിൽ വിള്ളലുണ്ടായ ഈ സാഹചര്യത്തിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള കരാർ സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർത്തു. പലസ്തീനികൾക്കും മുൻ സൈനിക ജനറലുകൾക്കും ഉൾപ്പെടെയുള്ള ഒരു കേന്ദ്രീകൃത ഗ്രൂപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകുന്നതിനെ എതിർക്കുന്ന മതദേശീയ പാർട്ടികൾ തമ്മിലുള്ള സഖ്യതർക്കത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും തുടരുക തന്നെയാണ് മാധ്യമങ്ങൾക്ക് പുറത്തുവിട്ട മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായുള്ള അഭിപ്രായങ്ങൾ ആണെന്ന് നെതന്യാഹു പറഞ്ഞു. സുരക്ഷാ ക്യാബിനറ്റിലും താൻ ഊന്നി പറഞ്ഞതുപോലെ എല്ലാ ഇടപാടുകളും തങ്ങൾ അംഗീകരിക്കുകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുകയും ജൂതരാഷ്ട്രത്തിനുള്ള അന്താരാഷ്ട്ര പിന്തുണ കുറയുകയും ചെയ്യുന്നതിനിടെ US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്വകാര്യമായി ആക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ ഉയരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് US പ്രസിഡന്റ് സംശയം തോന്നിയതിനാലാണ് ഇതെന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിലെ ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴക്കാൻ നെതന്യാഹു ശ്രമിക്കുകയാണെന്നും ഇസ്രായേലിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ വൻതോതിൽ എത്തുന്നത് തുടരുമെന്നും കൂടാതെ സൈന്യവും ഉടൻ എത്തുമെന്നുള്ളതും ഗാസയെ വെടിനിർത്തലിനായുള്ള ആഗോള സമ്മർദ്ദമുണ്ടെന്നുമാണ് ബൈഡന്റെ ആഴത്തിലുള്ള ഭയം. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വക്താവ് ആൻഡ്രൂ ബെറ്റ്സ് ഇത് നിഷേധിച്ചിരുന്നു. ബൈഡനും നെതന്യാഹുവും പൊതുവായും സ്വകാര്യമായും മാന്യമായ ഒരു ദശാബ്ദകാലത്തെ ബന്ധമാണ് ഉള്ളതെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചൂടേറിയ സംസാരത്തിനിടെ ബൈഡൻ നെതന്യാഹുവിന്റെ ഫോൺ കോൾ കട്ട് ചെയ്തതോടെ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും മോശമായ അവസ്ഥയിലെത്തി. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുള്ള ബൈഡന്റെ പിന്തുണ നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ US പ്രസിഡന്റിന് 1 ദശലക്ഷം ലിബറൽ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പലസ്തീനിലെ ദുരിതാശ്വാസ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്രസഭ ഏജൻസിയായ UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീനുള്ള സഹായം തുടരുമെന്ന് ഉറപ്പു നൽകി ഖത്തർ രംഗത്തെത്തിയപ്പോൾ ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് ഖത്തറും UN ഏജൻസിയും തമ്മിൽ സഹകരണ സാധ്യതകളെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.